യോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജുജുത്സു കൈസൻ സീസൺ 3യുടെ 7ാമത്തെ എപ്പിസോഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ്. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടി ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കൂടെ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാത്തവർ എന്തായാലും ജോയിൻ ചെയ്യുക. നമ്മളെല്ലാ തേഴ്സ്ഡേയും റീസെൻറ്റ് എപ്പിസോഡിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ വരാൻ പോകുന്ന ഗീവയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിലായിരിക്കും അറിയിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാത്ത എല്ലാവരും പോയി കയറിക്കുള്ളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത് തന്നെ സീസൺ 1 നമ്മൾ കണ്ട യുജിയുടെ ക്ലാസ്മേറ്റായ സെറ്റ്സുക്കി സസാക്കിയുടെ ഒരു ഡ്രീം കാണിച്ചുകൊണ്ടാണ്. പക്ഷേ അതൊരു ഡ്രീമാണോ റിയാലിറ്റി ആണോ എന്ന് അവൾക്ക് ഡൗട്ട് ഉണ്ടാവുന്നു. പക്ഷെ പെട്ടെന്ന് കെഞ്ചാക്കോ അല്ലെങ്കിൽ ഗേത്തോ അങ്ങോട്ടേക്ക് വരുന്നു. നീ എന്നോട് ക്ഷമിക്കണം. അതിന് നിങ്ങളാരാ? ഞാനാണ് ഈ ബാരിയർ സെറ്റ് ചെയ്ത സോഴ്സർ. നിർഭാഗ്യവശാൽ വരാനിരിക്കുന്ന കള്ളിങ് ഗെയിമിനായി ഈ സ്ഥലമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്ത് കള്ളിങ് ഗെയിമോ? നിങ്ങൾക്കത് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? കേട്ടിട്ട് നീ നല്ല തമാശക്കാരിയാണെന്ന് തോന്നല്ലോ. പണ്ടിവിടെ ഒരു എക്സിക്യൂഷൻ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതാണ് ഈ ബാരിയറിൻ്റെ സെൻറ്ററാക്കി ഞാൻ വെച്ചിരിക്കുന്നത്. അതിവിടുന്ന് ഏകദേശം 5-6 കിലോമീറ്റർ റേഡിയസിലാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബാരിയർ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് നിൻ്റെ ഇത്തരം സില്ലി റീസൺസ് വെച്ച് എനിക്കതിനെ മാറ്റാൻ പറ്റില്ല. എന്നിരുന്നാലും ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾ ഇതിനുള്ളിൽ പെട്ടുപോയതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ അവകാശമുണ്ട്, അതും ഒരേ ഒരു തവണ. അതുകൊണ്ട് സസക്കി, നിനക്ക് പുറത്തിറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇനി എഴുന്നേൽക്കുന്നത് ബാരിയറിൻ്റെ പുറത്ത് വെച്ചായിരിക്കും. അങ്ങനെ ഗേത്തോടെ കയ്യും പിടിച്ചുകൊണ്ട് സസാക്കി ആ ബാരിയറിന് പുറത്തേക്ക് നടക്കുന്നു. അങ്ങനെ പോകുന്ന വഴിയെ കെഞ്ചാക്കു അവൻ്റെ മകനെ കെയർ ചെയ്തതിൽ അവളോട് നന്ദി പറയുന്നു. അങ്ങനെ അവൾ കോൺഷ്യസ് ആയപ്പോൾ അവളുടെ ഫ്രണ്ടായ ഈഗുച്ചി അവളുടെ അടുത്ത് നിൽക്കുന്നു. ശേഷം അവർ ആ ബാരിയർ കണ്ട് ഇതെന്താണെന്ന് ആശ്ചര്യപ്പെടുന്നു. അതേസമയം അവന് സസാക്കിയുടെ അതേ ഡ്രീം ഉണ്ടായതായി അവളോട് പറയുന്നു. പക്ഷേ അയാളുടെ മോനെപ്പറ്റി പറഞ്ഞ കാര്യം പുതുതായിട്ടാണ് താൻ കേൾക്കുന്നതെന്ന് ഈഗുച്ചി പറയുന്നു. അപ്പോൾ പെട്ടെന്ന് യുജിയാണോ അയാൾ ഉദ്ദേശിച്ചതെന്ന് സസാക്കി ആലോചിക്കുന്നു. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്ത് ഗോജോയെ സീൽ ചെയ്ത് വിവരം കെട്ടി ഞെട്ടുന്ന ഹക്കാരിയെ കാണിക്കുന്നു. അതേസമയം അവരുടെ പ്രിൻസിപ്പളായ മസാമിച്ച് കൊല്ലപ്പെട്ട വിവരവും പാണ്ഡ അവരോട് പറയുന്നു. പക്ഷെ ഇതൊരിക്കെ പാണ്ഡയുടെ ആ അവസ്ഥയോർത്ത് വിഷമം തോന്നുന്നു. അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയ ഹക്കാരി അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ഇത് കേട്ടവർ ഹാപ്പി ആയെങ്കിലും അതിന് പകരം കള്ളിങ് കഴിഞ്ഞതിന് ശേഷം തന്നെ തിരിച്ചും അവർ ഹെൽപ്പ് ചെയ്യണമെന്ന് ഹക്കാരി പറയുന്നു. അപ്പോൾ പാണ്ഡയ്ക്ക് ഹക്കാരിയുടെ ഉദ്ദേശം ജുജുത്സു റെഗുലേഷൻസിനെ മാറ്റുന്നതാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോവില്ല എന്ന് പാണ്ഡ തീർത്ത് പറയുന്നു. പക്ഷെ മെഗുമി, അത് ശരിക്കും ഈ പറയുന്ന പോലെ അത്ര പാടുള്ള പരിപാടിയൊന്നുമല്ല. ഇത് കേട്ട ഹക്കാരി, എന്തോ നാടാ മരത്തലയാ, നിനക്കിതേപ്പറ്റി എന്ത് കോപ്പം അറിയാവുന്നേ? അപ്പം മെഗുമി, സൂക്ഷിച്ച് സംസാരിക്കണം, കാരണം ഞാനാണിപ്പോൾ സെനിൻ്റെ ഹെഡ്. തീർന്ന് 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 ഇതോടെ എല്ലാം തീർന്ന്. ഇവനാണ് സെനിൻ്റെ ഹെഡ് എന്ന് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. പക്ഷെ ബിഗ് 3 ഒരാളുടെ സപ്പോർട്ട് എനിക്കുണ്ടെങ്കിൽ എൻ്റെ പ്ലാൻ ഈസി ആയിട്ട് നടക്കും. പക്ഷെ ഇപ്പം പ്രശ്നം അതല്ല. ഇത് കഴിഞ്ഞ് ഇനി സെനിങ് ക്ലാൻ എൻ്റെ ഫൈറ്റ് ക്ലബ്ബ് കൺട്രോൾ ചെയ്യാൻ വരുമോ? അതിനി ആകെ ഒരു വഴിയേ ഉള്ളൂ. എൻ്റെ ചക്കരക്കുട്ടാ, ചക്കരയല്ല ഫുഷിഗുരോ, എന്നാ എൻ്റെ ചക്കരക്കുട്ടൻ ഫുഷിഗുരോ, നമുക്കെന്നാ ഇനി അങ്ങോട്ട് ഫ്രണ്ട്സ് ആയിരുന്നാലോ? ശരി. പക്ഷെ എന്ത് ചെയ്യാൻ, അതിൻ്റെ പിറ്റേന്നാണ് മാക്കി സെനിങ് ക്ലാനെ വൈപ്പ് ചെയ്തത്. അങ്ങനെ ആരൊക്കെ ഏതൊക്കെ കോളനികളിലാണ് ജോയിൻ ചെയ്തതെന്ന് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് കൊഗനെ സ്പോണായി കാശ്മ ആഡ് ചെയ്ത 9ാമത്തെ റൂൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ മെഗുമി, യുജി എങ്ങനെയാണ് ബാരിയറിനുള്ളിൽ കയറാതെ തന്നെ പ്ലെയറായി കൗണ്ട് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ യുജിക്ക് അത് 1000 വർഷങ്ങൾക്ക് മുന്നേ കെഞ്ചാക്കോവും സുക്കുണയും തമ്മിൽ നടത്തിയ കോൺട്രാക്ട് മൂലമായിരിക്കാമെന്ന് പറയുന്നു. ശേഷം കൊഗനയോട് ബാക്കി പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കാൻ മെഗുമി പറയുന്നു. അങ്ങനെ അവർ ആ ലിസ്റ്റ് നോക്കിയപ്പോൾ എക്സ്ട്രാ റൂൾ ആഡ് ചെയ്തത് കാശ്മയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവരുടെ പ്ലാൻ അനുസരിച്ച് യുജിക്കും മെഗുമിക്കും ആരെയും കൊല്ലാതെ തന്നെ ഇങ്ങനെ 100 പോയിന്റ് ഉള്ളവരെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ഒരു റൂൾ ആഡ് ചെയ്യിച്ചാൽ മതിയെന്ന് പറയുന്നു. അതിനായി 100 പോയിന്റ്സ് ഉള്ള പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കാൻ മെഗുമി പറയുന്നു. പക്ഷെ കൊഗനയും അത് യുജിയുമായി കണക്റ്റഡ് ആയ ഷിഗാമി ആയതിനാൽ ആദ്യം ഡീറ്റെയിൽസ് കാണിക്കാനൊന്നും മടിച്ചെങ്കിലും യുജി മെഗുമി പറയുന്ന പോലെ തന്നെ ചെയ്യാൻ അതിനോട് പറയുന്നു. അങ്ങനെ 100-ലധികം പോയിന്റ്സ് ഉള്ള ഹാജിമോ കാശ്മോയെയും പിന്നെ ഹിഗൂമി ഹിഗ്രോമ എന്ന പ്ലെയറിനെയും അവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആദ്യം അവർ ചെയ്യേണ്ടത് 8ാമത്തെ റൂളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നതാണെന്ന് മെഗുമി പറയുന്നു. അതായത് 8ാമത്തെ റൂളായ 19 ദിവസത്തിന് ശേഷവും പോയിന്റ്സ് ഉള്ളവരെ കേസ് ടെക്നിക് റിമൂവൽ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടും എന്ന റൂളിനെ നള്ളിഫൈ ചെയ്യുന്ന വിധത്തിൽ പ്ലേയേഴ്സിന് പോയിന്റ്സ് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നൊരു റൂൾ കൂടി ആഡ് ചെയ്യണം. അതുകൂടാതെ നമുക്ക് പറ്റുമെങ്കിൽ പ്ലേയേഴ്സിന് അവരുടെ പോയിന്റ്സ് സ്പെൻഡ് ചെയ്ത് ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊരു റൂൾ കൂടി ആഡ് ചെയ്യണമെന്നും അവൻ പറയുന്നു. പക്ഷേ ഹക്കാരി, അത് കളിയുടെ ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റിനെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ ഇറങ്ങുന്നതിന് പകരമായി പുതിയൊരു പ്ലെയറിനെ ഗെയിമിലേക്ക് കയറ്റിയാൽ അത് കളിയെ ബാധിക്കാൻ ചാൻസ് ഇല്ലായിരിക്കുമെന്ന് മെഗുമി പറയുന്നു. ശേഷം യുജി അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു. നമ്മൾ ഏഞ്ചലിനെ കണ്ടുപിടിച്ച് പ്രിസൺ ഗെയിം എങ്ങനെ അൺസീൽ ചെയ്യാമെന്ന് അതിനോട് ചോദിക്കണം. കൂടെ കാശുമോയെയും ഹിഗ്രോമയെയും കണ്ടുപിടിച്ച് അവരെ ബീറ്റും ചെയ്യണം. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്ന വഴിയെ യുജി എത്ര ശ്രമിച്ചിട്ടും ആ ലിസ്റ്റ് നോക്കി ഏഞ്ചൽ എന്ന പേരുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ അവന് കഴിയുന്നില്ല. അവസാനം മെഗുമി
അതിനെ ഇനി നേരിട്ട് കണ്ടാലേ നമുക്കറിയാൻ സാധിക്കൂ എന്ന് പറയുന്നു. ശേഷം ഹക്കാരി താനും പാണ്ഡെയും രണ്ടാമത്തെ കോളനിയിലും യൂജിയും മെഗുമിയും ഒന്നാമത്തെ കോളനിയിലും കയറാമെന്ന് തീരുമാനിക്കുന്നു. കൂടാതെ കിരാര ഭാര്യനെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്നും അവരോട് പറയുന്നു. ശേഷം ഹക്കാരി പോയിന്റ്സ് കണ്ടിട്ട് കാശ്മീരാണ് അതിൽ സ്ട്രോങ്ങസ്റ്റ് എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അവനെ നേരിട്ടോളാം. കൂടാതെ പാണ്ഡയ്ക്ക് നല്ല മണം പിടിക്കാനുള്ള സ്കില്ലുള്ളതുകൊണ്ട് അവൻ ഏഞ്ചലിനെ മണത്ത് കണ്ടുപിടിച്ചോളൂ. പക്ഷെ എന്നെ എന്തിനാ പുറത്ത് നിർത്തുന്നത് എന്ന് കിരാര ചോദിച്ചപ്പോൾ ഹക്കാരി ഓക്കോഴ്സ് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, അത് ചിലപ്പോൾ ബയറിനുള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് ആരെങ്കിലും പുറത്തുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ പെട്ടെന്ന് യൂജി സുക്കുണയുടെ കാര്യം ഓർത്ത് ഞാനും മെഗുമിയും വേണമെങ്കിൽ വേറെ കോളനിയിൽ നിന്നോളാമെന്ന് പറഞ്ഞപ്പോൾ മെഗുമി അത് സീനിയേഴ്സിന്റെ പ്ലാൻ ബ്രേക്ക് ആക്കുമെന്ന് പറഞ്ഞ് അവനങ്ങനെ സെൽഫിഷ് ആവരുതെന്ന് പറയുന്നു. എന്നാൽ യൂജി ഞാനിത് അവന്റെ സേഫ്റ്റി ഓർത്തിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവർ തമ്മിൽ അടിയാവുന്നു. അങ്ങനെ അവർ പിറ്റേന്ന് കള്ളിങ് ഗെയിമിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഭാര്യൻ്റെ അകത്തുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. അമ്മയി, ഞാൻ കുറേ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, ആരെങ്കിലും വന്നാലല്ലേ എനിക്ക് സിഗ്നൽ തരാൻ പറ്റൂ. എന്നോട് എതിർത്ത് സംസാരിക്കാൻ മാത്രമായോ നീ? അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എന്നോട് ക്ഷമിക്കണം. ഇനി നീ ഇങ്ങനെ എന്നോട് എതിർത്ത് സംസാരിച്ചാൽ നിന്റെ പല്ലിടിച്ച് ഞാൻ തെറിപ്പിക്കും എന്ന് പറഞ്ഞ് ഹാനി എന്ന കള്ളിങ് ഗെയിം പ്ലെയർ അവരുടെ ടെക്നിക്ക് യൂസ് ചെയ്ത് അങ്ങനെ ആ ലേഡിയുടെ ഹെയർ ഒരു ജെറ്റ് പ്ലെയിൻ്റെ ഷേപ്പിലായി അവർ അത് വെച്ച് അവിടെ നിന്ന് പറന്നു പോകും. ഇതേസമയം യൂജി മെഗുമിയും ആ കോളനിയിലേക്ക് കയറാൻ തയ്യാറെടുക്കുന്നു. അതേസമയം ഫുഷിഗുറോ പാസ്റ്റിൽ നിന്ന് വന്ന സോഴ്സിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം മോഡേൺ പീപ്പിളിൻ്റെ മൈൻഡ് സെറ്റ് അല്ല അവർക്ക്. ഒരു ഫൈറ്റിൽ മരിക്കുന്നതൊക്കെ അവർക്ക് വെറും സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അവർക്കൊരു ഹോണറബിൾ എൻഡിങ് കൂടി കിട്ടാൻ വേണ്ടിയായിരിക്കണം അവർ കെഞ്ചാക്കുമായി കോൺട്രാക്ട് വെച്ചത്. അതുകൊണ്ട് അത്തരം പ്ലേയേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ നെഗോസിയേഷൻ വർക്കാവില്ല. പക്ഷേ കേഡ് സ്പിരിറ്റ്സിനെ നമ്മൾ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് രാത്രി സമയത്ത് എന്ന് ഇത്താതൊരിയും ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ സുമിക്കിയെ പോലെ ആക്സിഡൻ്റലി സോഴ്സറായവരുടെ അടുത്ത് നമ്മുടെ പ്ലാൻ വർക്കാവാൻ ചാൻസ് ഉണ്ടെന്ന് മെഗുമി പറയുന്നു. അങ്ങനെ അവരുടെ അടുത്ത് കൊഗനെ സ്പോണായി മെഗുമിയും പ്ലെയറായി എൻ്റർ ചെയ്യുന്നു. പക്ഷെ റൂൾ കാണണമെന്ന് കൊഗനെ ചോദിച്ചപ്പോൾ മെഗുമി വേണ്ട എന്ന് പറയുന്നു. ശേഷം അവർ ആ ബാരിനുള്ളിൽ കയറിയതും അവരറിയാതെ തന്നെ സെപ്പറേറ്റ് ആകുന്നു. അതേസമയം തെങ്ങൻ സമ പറയും പ്ലേയേഴ്സ് ബാരിനുള്ളിൽ പ്രവേശിച്ചാൽ അവർ ആദ്യം തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച 9 ലൊക്കേഷൻസിലേക്കായിരിക്കും എത്തുക. പക്ഷേ ഇത് കള്ളിങ് ഗെയിം റൂൾസിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ വഴി എൻ്റർ ആവുന്ന പ്ലെയറിനെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഹാനിയും ടീമും അവിടെ നിന്നത്. അങ്ങനെ യൂജി അവർ കണ്ടതും റിൻ അവർക്ക് സിഗ്നൽ കൊടുക്കുന്നു. അതേസമയം ആകാശത്ത് നിന്നും താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന യൂജിയെ പെട്ടെന്ന് ഹാനി വന്ന് ഇടിച്ചുകൊണ്ടുപോയി ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് തെറിപ്പിക്കുന്നു. പക്ഷെ തൻ്റെ അത്രയും ഹെവി അറ്റാക്ക് കിട്ടിയിട്ടും അവനൊന്നും സംഭവിക്കാത്തത് കണ്ട് അവൾ ഇവനൊരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാകുന്നു. യൂജി പെട്ടെന്ന് അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് കയറി നിൽക്കുന്നു. ശേഷം ഉടനെ തന്നെ അവൾ തൻ്റെ ഹസ്ബൻഡിനെ ബാക്കപ്പിനായി വിളിക്കുന്നു. പക്ഷെ പെട്ടെന്ന് യൂജി അവളെ ഒരു കല്ല് വെച്ച് എറിഞ്ഞിടുന്നു. അങ്ങനെ യൂജി അവളെ നോക്കി ഇവൾ ഇത്ര പെട്ടെന്ന് ബീറ്റണായോ, എന്തായാലും ഇവരോട് ഇനി ഹിഗ്രോമയെ പറ്റി ചോദിക്കാം എന്നവൻ വിചാരിച്ചിരുന്നപ്പോൾ ആരാണ് എൻ്റെ ഹണിയെ തൊട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അവളെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന റിൻ ഇവൻ ഹാനുവിനെ വരെ അടിച്ചിട്ടോ, ഇവനെ ഞാൻ എവിടെ വെച്ച് കണ്ടു നല്ല പരിചയമുണ്ടല്ലോ, ഇത് യൂജി തദൂരയല്ലേ എന്ന് സംശയത്തോടെ അവൻ ചിന്തിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫുഷിഗറുടെ കയ്യിൽ നിന്ന് മുഖത്തടി കിട്ടിയ ഒരു ലേഡിയാണ്. അങ്ങനെ വേദനിച്ചുകൊണ്ട് അവൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ഫുഷിഗറോട് ചോദിക്കുന്നു. നീയല്ലേ ആദ്യം എന്നെ അറ്റാക്ക് ചെയ്തതെന്ന് ഫുഷിഗറോ തിരിച്ചു ചോദിക്കുന്നു. അതേസമയം മെഗുമി അവൻ്റെ ഷിഗാമിയെ വെച്ച് യൂജിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് ബലം കാണുന്നില്ല. ഈ കോളനി ഷിബിയേക്കാളും വലുതാണ്, അതുകൊണ്ടായിരിക്കും അവനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതെന്ന് അവൻ കരുതുന്നു. ശേഷം ഹിഗ്രോമ എന്ന സോഴ്സിനെ നിനക്കറിയാവോ എന്ന് മെഗുമി ആ ലേഡിയോട് ചോദിക്കുന്നു. 100 പോയിന്റ്സുള്ള അയാളെ പറ്റിയാണോ നീ ചോദിക്കുന്നത്? ഇതേ സമയം ആ ഹെലികോപ്റ്റർ തലേനുമായിട്ട് യൂജി ഒരു ഫൈറ്റ് നടത്തുന്നു. അവൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കണ്ട് അയാൾ ഇംപ്രസ്ഡ് ആവുന്നു. ഇതേസമയം യൂജി ആ പ്രൊപ്പല്ലർ തകർത്താലേ അയാളെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അതിനായി അവനെ അടുത്ത് കിട്ടണം. അങ്ങനെ യൂജി ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് അയാളെ വരുത്തുന്നു. അയാളവൻ വിചാരിച്ച പോലെ തന്നെ ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരും. ആ സമയം നോക്കി യൂജി പെട്ടെന്ന് തന്നെ ആ പ്രൊപ്പല്ലറിൻ്റെ സെൻറ്ററിൽ നോക്കി ഒരൊറ്റ ഇടി കൊടുക്കുന്നു. കേസ് ടെക്നിക്ക് എത്ര സ്ട്രോങ് ആണെങ്കിലും തല എപ്പോഴും തല തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യൂജി അയാളുടെ തലക്കിട്ടിടിച്ച് അയാളെ താഴെ ഇടുന്നു. ശേഷം അയാൾ നിന്റെ കൈക്കിപ്പോൾ പരിക്ക് പറ്റിയില്ലേ, ഇനി നീ എന്ത് ചെയ്യുമെന്ന് അയാൾ പറഞ്ഞപ്പോഴേക്കും യൂജി അയാളുടെ മണിക്കിട്ട് നോക്കി ഒരു കൊട്ട് കൊടുക്കുന്നു. അതേസമയം ആ ലേഡി ഞാൻ ഹിഗ്രോമ എവിടെയാണെന്ന് കാണിച്ചു തരാം, പക്ഷെ പകരം നീ എൻ്റെ നൈറ്റായി നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇത് കേട്ടതും മെഗുമി ഓക്കെ എന്ന് പറയുന്നു. പക്ഷെ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട അവളോട് മെഗുമി സമയം വളരെ കുറവാണ്, നീ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതേസമയം താഴെ വീണ ഹെലികോപ്റ്റർ തലയാണ് യൂജി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹലോ അപ്പാപ്പന് ഈ ഹിഗ്രോമ എവിടെയാണെന്ന് അറിയാമോ? ഹലോ. എന്നാൽ അപ്പോഴേക്കും യൂജി ഹിഗ്രോമയെ പറ്റി ഞാൻ പറഞ്ഞെന്നാൽ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് റിൻ അങ്ങോട്ടേക്ക് വരുന്നു. അതേസമയം മെഗുമി അഥവാ നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിനക്കറിയാലോ പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഇത്തദൂരെ പോലെയല്ല, വേണ്ടി വന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് 100 പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ലേഡിയെ അവൻ പേടിപ്പിക്കുന്നു. എന്നെ നീ എന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട, എൻ്റെ പേര് റെമി എന്നാണ്, അങ്ങനെ വിളിച്ചാൽ മതി. യൂജി കണ്ടിട്ട് കുറേ നാളായില്ലേ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് റിൻ ചോദിക്കുന്നു. പക്ഷെ യൂജി ആരാണ് നീ, നിനക്കെങ്ങനെ എൻ്റെ പേരറിയാം എന്ന് തിരിച്ചു ചോദിക്കുന്നു. നീ വളരെ ഫേമസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നെ അറിയാം,
നിഷിനാക്കാസ് ടൈഗർ എന്നല്ലേ പണ്ട് നീ അറിയപ്പെട്ടിരുന്നത് എന്ന് റിൻ ചോദിക്കുന്നു. അങ്ങനെ അവർ ഒരേ ഹോം ടൗണിൽ നിന്നാണെന്ന് യൂജിക്ക് മനസ്സിലാകുന്നു. ഇതേസമയം മെഗുമിയ റിമിയോട് നീ പാസ്റ്റിൽ നിന്ന് വന്ന സോഴ്സറാണോ എന്ന് ചോദിക്കുന്നു. എന്നെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ നീ എന്തിനാ എന്നോട് അഗ്രസീവായിട്ട് ഫൈറ്റ് ചെയ്തത് എന്ന് മെഗുമി തിരിച്ചു ചോദിച്ചപ്പോൾ റിമി നോൺ പ്ലേയേഴ്സ് ആയിട്ടുള്ളവരെ ബാരേഴ്സിൽ നിന്ന് പുറത്തു കിടത്തി. പക്ഷെ എന്നെപ്പോലെ ഇതിനകത്ത് പെട്ടുപോയ പ്ലേയേഴ്സ് കഴിഞ്ഞ 12 ദിവസമായി ഇവിടെ കിടന്ന് അനുഭവിക്കുകയാണ്. എനിക്ക് ഇതിനോട് ഒരു ആഗ്രഹവും ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ കൊന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ആരുടെയെങ്കിലും കൈകൊണ്ട് കൊല്ലപ്പെടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിടുന്ന മോഡേൺ സോഴ്സറേഴ്സും ഇപ്പോൾ വളരെ അഗ്രസീവായി പെരുമാറാൻ തുടങ്ങിയെന്ന് നമ്മൾ പറയുന്നു. ഇതേസമയം റിൻ യൂജിനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ യൂജി, അവർ ഇരുവരും നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അല്ല, ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. നീ നേരത്തെ അങ്ങനെ ചെയ്തില്ലായിരുന്നേ ഞാൻ ചിലപ്പോൾ അവരുടെ കൈകൊണ്ട് തന്നെ മരിച്ചേനെ. അതേസമയം മെഗുമി, ഏയ് നീ എന്നെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോകുന്നേ? അയ്യടാ, അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കെന്നെ അങ്ങ് കൊല്ലാനല്ലേ. പക്ഷെ അതിനു മുന്നേ നീ മരിച്ചാലോ? അതുകൊണ്ടല്ലടാ പൊട്ട നിന്നെ ഞാൻ എൻ്റെ നൈറ്റാക്കി വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു എന്നെ നീ എന്നൊന്നും വിളിക്കരുതെന്ന്. എൻ്റെ സ്വഭാവം കണ്ടിട്ട് അധികം നാൾ ജീവിച്ചിരിക്കുന്ന പോലെ തോന്നുന്നില്ല. ശേഷം യൂജിയും എവിടെയാ ഹിഗ്രോമ ഉള്ളതെന്ന് ചോദിക്കുന്നു. അതേസമയം റിമിയും അതിൻ്റെ ഉത്തരം പറയുന്നു. ആദ്യം റിൻ, ആളുകൾ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും സ്ട്രോങ്ങർ ആയവർ ഉണ്ടാവുക. അങ്ങനെ നോക്കുവാണെങ്കിൽ ഹിഗ്രോമ ഇപ്പോൾ ഉള്ളത് ഇക്കുബോക്കുറയിലാണെന്നും എന്നാൽ റമി അയാൾ ഷിൻജുക്കുവിലാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് 7 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഡിസ്കൗണ്ട് കാര്യവും ഗീവ് അവേയുടെ കാര്യവും മറക്കണ്ട. ഇവർ പറഞ്ഞതിൽ ആര് പറഞ്ഞാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഹിഗ്രോമയുടെ മാരക എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ.